നമസ്കാരം, ഞാൻ മായയാണേ. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അടിപൊളി കിടുക്കാച്ചി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. പണ്ട് കാലത്തെ ഒരച്ചാർ, ഇടിച്ചക്ക അച്ചാർ. അപ്പം നമുക്ക് പോയി ഒരു ഇടിച്ചക്ക പറിച്ചുകൊണ്ട് വന്ന് അച്ചാറുണ്ടാക്കാം. 2 തരത്തിലുണ്ടാക്കാം. നമുക്കിത് ഉണക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറേ ദിവസം ഇരിക്കും. പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയ ഒരു അച്ചാർ കൂട്ട്, ഒരു രുചിക്കൂട്ടാണ് നമ്മുടെ ഇടിച്ചക്ക അച്ചാർ. കണ്ടോ, ആ പ്ലാവിൽ ഒരു മുത്തശ്ശി പ്ലാവാണ്, അതിൽ നിറച്ചും ചക്കയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്ന ഈ ഒരു പരുവം, നമ്മുടെ ഇടിച്ചക്ക പരുവമില്ലേ, ആ ഒരു പരുവത്തിലുള്ള ചക്കയാണ് ഈ അച്ചാറിനായിട്ട് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ തൊലിയൊക്കെ ചെത്തി അവളെ ഒന്ന് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ തൊലിയൊക്കെ ചെത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം. എത്ര ചെറിയ പീസാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം. അച്ചാറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും കുഞ്ഞ് പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും ചെറുതായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇച്ചിരി വലിപ്പം തോന്നും, പക്ഷേ വലിപ്പമില്ല. മാക്സിമം ചെറുതാക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി, ഇത്രയും കാര്യം. പിന്നെ ശകലം വന്നിട്ട് വെള്ളം ഒന്ന് തളിച്ച് നല്ല പോലെ അവനെ ഇളക്കാം. നമുക്ക് ആ പൊടിവർഗ്ഗങ്ങളെല്ലാം എല്ലായിടത്തും ഒന്ന് പിടിച്ചോട്ടെ. അപ്പം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതെല്ലാം പിടിക്കുമല്ലോ, പിടിച്ച് കുട്ടപ്പനാവും. അതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഈ നമ്മൾ പുരട്ടി വെച്ച് ആ ചക്ക പീസുകളില്ലേ, ആ കുഞ്ഞൻ ചക്കയെല്ലാം കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-8 മിനിറ്റ് മതി. അപ്പോഴേക്കും നമ്മളുടെ ചക്ക വെന്ത് കാണും. അപ്പോൾ നോക്കിക്കോ, ഒന്ന് തുറന്ന് നോക്കി. എന്നിട്ടത് ഇളക്കിയിടണം. ഇളക്കിയിടണമെന്ന് തവി കൊണ്ട് ഇളക്കരുത്, നമ്മളിങ്ങനെ തട്ടി ഇളക്കാവുള്ളൂ. തവി കൊണ്ട് ഇളക്കുവാണെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും. എന്നിട്ട് ഒന്നും വെന്തിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ച് കഴിഞ്ഞു. നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി നമുക്കത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. ഞാൻ അതിനായിട്ടൊരു അലുമിനിയത്തിൻ്റെ അടപ്പ് പാത്രമുണ്ട്, അതിനകത്തോട്ടാണ് വെച്ചത്. നിങ്ങൾ തുണിയിലോ പേപ്പറിലോ നിങ്ങളുടെ സൗകര്യം പോലെ. അപ്പോൾ ഇതാകുമ്പോൾ ഞാൻ ഓർത്ത് വേഗം ഉണങ്ങി കിട്ടുമല്ലോ, അലുമിനിയം പാത്രമല്ലേ. അപ്പോൾ വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസം കൂടെ ആയപ്പോഴത്തേനും കണ്ടോ, 2 ദിവസം വെയിൽ കൊണ്ടപ്പോഴത്തേനും നല്ല പോലെ ഉണങ്ങി കിട്ടി. ഇനി നമുക്കിത് അച്ചാറുണ്ടാക്കാം. ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് നല്ലെണ്ണയാണ് നല്ലത്. അതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത്, ഈ 3 കൂട്ടം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ. കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ടോ. ഇനി അതിലേക്ക് മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്, മറ്റേ എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവപ്പൊടി, പിന്നെ കായം, ഇത്രയും സാധനം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറാൻ വരെ മൂപ്പിച്ചെടുക്കാം. അപ്പം നല്ലെണ്ണ, ഞങ്ങൾക്ക് എണ്ണ കുറച്ച് മതിയായതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ. ഇനി അതിൽ വിനാഗിരിയാണ് ഒഴിച്ചത്. അപ്പോൾ വിനാഗിരി ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ. നല്ലപോലെ തിളച്ച് ഒരു കളറൊക്കെ മാറുമ്പോൾ അതിലോട്ട് ഇത് കുറച്ച് കടുക് പൊടിച്ചതാണ്. കടുകൊന്ന് നമ്മൾ ശരി മിക്സിയിൽ പൊടിക്കരുത്, ഇങ്ങനെ അരകല്ലലോ അങ്ങനെ വല്ലതും പൊടിച്ചിട്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ഈ ചക്ക ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇച്ചിരി പണിയുണ്ട്, ചക്കയല്ലേ, പക്ഷേ അച്ചാറിൻ്റെ ടേസ്റ്റ് കിടിലം, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇടിച്ചക്കയുടെ സമയമാണിപ്പോൾ. എല്ലാവരും ഒരു ചക്ക പറിച്ചിട്ട് വേഗം അച്ചാറിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് എണ്ണ കുറച്ച് മതിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാറ് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ലെണ്ണ കൂടുതൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ ഒത്തിരി ദിവസം ഇരിക്കുകയില്ല. അതാണ്. നല്ലെണ്ണയാകുമ്പം നമ്മുടെ അച്ചാർ ഒരു കുഴപ്പവും ഇല്ലാതെ കുറേ ദിവസം ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ പറമ്പിൽ ഇഷ്ടം പോലെ ഇടിച്ചക്കയുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്